വിജയകുമാർ, ഇത് ഏത് നിമിഷവും പ്രതീക്ഷിച്ചിരുന്നതാണ്. നേരത്തെയുമൊക്കെ അതിഷി ആം ആദ്മി പാർട്ടി മന്ത്രി കൂടിയാണ്. അവർ പറയുന്നുണ്ടായിരുന്നു ഇത് നരേന്ദ്രമോദി ഭയക്കുന്നുണ്ട് അരവിന്ദ് കെജ്രിവാളിനെ എന്നത്. നമുക്കറിയാം ഇന്ത്യ സഖ്യം കരുത്താർജിച്ച് മുന്നോട്ട് പോകുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ഇങ്ങനെയൊരു നീക്കം ഇത് എപ്പോൾ വേണമെങ്കിലും നടക്കാനുള്ള സാധ്യതയുണ്ട് എന്നത് നേരത്തെ തന്നെ മുന്നറിയിപ്പ് എന്ന തരത്തിലേക്ക് വരികയും ചെയ്തിട്ടുള്ളതാണ്. ആം ആദ്മി പാർട്ടി പ്രതിനിധികൾ നേതാക്കളൊക്കെ അത് പറയുകയും ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ അത് നടക്കുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയ പ്രത്യാഘാതം എങ്ങനെ വിലയിരുത്തണം? അനുജ, യഥാർത്ഥത്തിൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതും അത് തന്നെയാണ്. ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് അല്ലെങ്കിൽ ആദ്യഘട്ട വോട്ടെടുപ്പിലേക്ക് രാജ്യം നീങ്ങുമ്പോൾ ഒരു പ്രധാന പ്രതിപക്ഷ സഖ്യത്തിൻ്റെ ഒരു നേതാവിനെ, പ്രധാനപ്പെട്ട നേതാവിനെ, ഒരു മുഖ്യമന്ത്രി, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, അദ്ദേഹം മുഖ്യമന്ത്രിയാണ് ഡൽഹി സർക്കാരിൽ, ആ മുഖ്യമന്ത്രിയെ ഒരു അഴിമതി കേസിൽ അറസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അത് ഉണ്ടാക്കുന്ന ദൂരവ്യാപക രാഷ്ട്രീയ പ്രത്യാഘാതത്തെ പറ്റി ബോധമുള്ള അല്ലെ ഒട്ടും ബോധമില്ലാത്തവരായിരിക്കില്ല കേന്ദ്ര സർക്കാർ. അപ്പോൾ എന്തുകൊണ്ട് ഈ ഘട്ടത്തിൽ ഒരു അറസ്റ്റ് എന്നതൊരു വലിയ രാഷ്ട്രീയ ചോദ്യം തന്നെയാണ്. ഏതാണ്ട് 8 തവണ അദ്ദേഹത്തിന് സമൻസ് നൽകുന്നു, ഓരോ ഘട്ടത്തിലും ഹാജരാകുന്നില്ല. ED കോടതിയെ സമീപിക്കുന്നു, കോടതി അത് കെജ്രിവാളിനെ വിളിച്ചു വരുത്തുന്നു, ഓൺലൈനിലൂടെ അദ്ദേഹം ഹാജരാകുന്നു. എന്തുകൊണ്ട് EDക്ക് മുന്നിൽ ഹാജരാകുന്നില്ല എന്ന ചോദ്യം ഉയർത്തുന്നു. ഒരു ഇടക്കാല അറസ്റ്റ് തടയൽ ഉത്തരവ് വേണമെന്ന് ഇന്ന് ആവശ്യപ്പെടുന്നു, അത് നൽകുന്നില്ല. പക്ഷെ അപ്പോഴും ആ ഹർജി പെൻഡിങ് ആണ്, അത് ആ ഹർജി തീർപ്പാക്കിയില്ല, അത് നാളെ പരിഗണിക്കാനായി മാറ്റുന്നു. അറസ്റ്റിൽ നിന്നുള്ള സംരക്ഷണം ഇല്ല എന്ന കോടതിയുടെ തീരുമാനം വന്നതിന് തൊട്ട് പിന്നാലെ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് ED സംഘം എത്തുന്നു, പുറത്ത് ഡൽഹി പോലീസിന്റെ സംഘം എത്തുന്നു, വീട് റെയ്ഡ് ചെയ്യുന്നു, ഇലക്ട്രോണിക് ഡിവൈസസ് പിടിച്ചെടുക്കുന്നു, ചോദ്യം ചെയ്യലിനൊടുവിൽ അറസ്റ്റ് ചെയ്യുന്നു, കസ്റ്റഡിയിലെടുക്കുന്നു എന്ന് അറിയിക്കുന്നു. അപ്പോൾ അത്യന്തം നാടകീയമാണ്. അതായത് കോടതി ഒരു ഗ്രീൻ സിഗ്നൽ എന്ന് പറയാവുന്ന തരത്തിലൊരു പരാമർശം ഉണ്ടായത് മാത്രമേ ഉള്ളൂ. അപ്പോഴേക്കും കെജ്രിവാൾ എന്ന പ്രധാനപ്പെട്ട നേതാവിനെ അറസ്റ്റ് ചെയ്യുന്നു എന്നത് വലിയ രാഷ്ട്രീയ നീക്കം തന്നെയായി ഈ ഘട്ടത്തിൽ വിലയിരുത്തണം. നമുക്കറിയാം, ഡൽഹി സർക്കാരിൻ്റെ കീഴിൽ വിവിധ ഏജൻസികളുടെ കീഴിൽ മദ്യവിൽപ്പന നടത്തിയിരുന്നു. അത് 2021 നവംബർ 17-നാണ് ഈ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാനുള്ള പുതിയ മദ്യനയം ഡൽഹിയിൽ പ്രാബല്യത്തിൽ വരുന്നത്. അന്ന് ലഫ്റ്റനന്റ് ഗവർണറായിരുന്ന VK സക്സേന ചുമതലയേറ്റതിന് പിന്നാലെ ഈ ലൈസൻസ് അനുവദിച്ചിലെ ക്രമക്കേട് സംബന്ധിച്ച് ആരോപണം ഉയർന്നു. ആ ആരോപണം അന്വേഷിക്കാൻ CBIയെ ചുമതലപ്പെടുത്തി. CBI അതിൻ്റെ ഇടക്കാല പ്രാഥമിക റിപ്പോർട്ട് നൽകിയപ്പോൾ അതിൽ കേസ് രജിസ്റ്റർ ചെയ്ത് കൂടുതൽ അന്വേഷണം വേണമെന്ന ശുപാർശയുണ്ടായിരുന്നു. ഇതിനിടയിൽ ഈ കേസ് രജിസ്റ്റർ ചെയ്ത് കൂടുതൽ അന്വേഷണത്തിന് CBIക്ക് തീരുമാനമെടുക്കുകയും CBI അങ്ങനെ ചെയ്തു. അതിന് തൊട്ടു പിന്നാലെ ജൂലൈ 31-ന് ഈ മദ്യനയം സർക്കാർ പിൻവലിച്ചു. ആ ഘട്ടത്തിൽ സർക്കാർ പ്രതിരോധത്തിലാണ്. മദ്യനയത്തിൽ ക്രമക്കേടുണ്ട്, അഴിമതിയുണ്ട് എന്നതുകൊണ്ടാണ് അതിൽ പിൻവലിച്ചത് എന്ന വലിയ വിമർശനം അവിടെ കോൺഗ്രസും ഉയർത്തിയിരുന്നു. ഇവിടെ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒരുമിച്ചാണ് തെരഞ്ഞെടുപ്പിനെ ഡൽഹിയിൽ നേരിടുന്നതെങ്കിലും ഈ മദ്യനയ അഴിമതിയുടെ കാര്യത്തിൽ കോൺഗ്രസും ഏതാണ്ട് ഇതേ നിലപാട് തന്നെ, അഴിമതി സർക്കാർ എന്ന നിലപാട് ആ ഘട്ടത്തിൽ സ്വീകരിച്ചിരുന്നു എന്നത് വസ്തുതയാണ്. പിന്നീട് തെരഞ്ഞെടുപ്പോട് അടുക്കുമ്പോഴേക്കും അരവിന്ദ് കെജ്രിവാളും രാഹുൽ ഗാന്ധിയും സഖ്യമുണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം അവിടെ നിലവിൽ വരുന്നുവെങ്കിലും ഈ അഴിമതി ആരോപണം ആദ്യം ഉന്നയിക്കുന്ന ഘട്ടത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് അവിടുത്തെ കോൺഗ്രസ് നേതാക്കളും രംഗത്തുണ്ടായിരുന്നു എന്നത് ഈ ഘട്ടത്തിൽ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. സാമ്പത്തിക ഇടപാടുകളുടെ പേരിൽ ED തൊട്ടു പിന്നാലെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നു. ക്രമക്കേടുകളിലൂടെ ലഭിച്ച 100 കോടി രൂപ ഗോവയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി ഉപയോഗിച്ചു എന്നതായിരുന്നു ഒരു ആരോപണവും ഒരു കണ്ടെത്തലും. അതിന് തൊട്ടു പിന്നാലെ ഒരു മലയാളി അടക്കമുള്ളവരുടെ പങ്കാളിത്തം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ EDയും CBIയും പുറത്തുവിടുന്നു. തെലങ്കാന മുൻ മുഖ്യമന്ത്രിയുടെ മകൾ ചന്ദ്രശേഖർ റാവുവിൻ്റെ മകൾ കവിതയ്ക്ക് ഇതിൽ പങ്കുണ്ട് എന്ന വിവരം വരുന്നു. കഴിഞ്ഞ ആഴ്ചയാണ് കവിതയെ അറസ്റ്റ് ചെയ്യുന്നത്. കവിത 100 കോടി രൂപയുടെ അഴിമതി ഇടപാടിൽ പങ്കാളിയാണ്. ഡൽഹി മുഖ്യമന്ത്രി, ആം ആദ്മി പാർട്ടി നേതാക്കളൊക്കെയായി ചേർന്ന് പങ്കാളിയാണ് എന്ന വിവരം അതിനിടയിൽ ED കോടതിക്ക് കൈമാറുന്നു. നേരത്തെ ഇതിനിടയിലാണ് ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയെ അറസ്റ്റ് ചെയ്തു. മനീഷ് സിസോദിക്ക് ഇനിയും ജാമ്യം കിട്ടിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ചില ബന്ധുക്കളുടെ മരണമൊക്കെ ആവശ്യ സമയത്ത് 2 ദിവസത്തെ ഇടക്കാല ജാമ്യം അനുവദിക്കുകയും പിന്നീട് അദ്ദേഹത്തെ വീണ്ടും ജയിലിൽ അടയ്ക്കുകയും ചെയ്തു. അങ്ങനെ ഈ കേസ് കുറച്ച് സങ്കീർണമാണ് എന്നതൊരു വസ്തുതയാണ്. ഈ മുഖ്യമന്ത്രിയുടെ അറസ്റ്റിലേക്ക് നയിക്കാനിടയായ സാഹചര്യം, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ അറസ്റ്റ് അനിവാര്യമാണ് എന്നതിന് എന്തൊക്കെ തെളിവുണ്ട് ഇന്ന് കോടതി ചോദിച്ചിരുന്നു. അത് സീൽഡ് കവറിൽ നൽകുമെന്നാണ് പോലീസ് പറഞ്ഞത്, ED പറഞ്ഞത്. അത് നാളെ നോക്കാനിരിക്കുക, അല്ലെങ്കിൽ അത് പരിശോധിക്കാനിരിക്കുകയാണ് ഇന്ന് ഈ തിടുക്കത്തിലുള്ള അറസ്റ്റ്. അറസ്റ്റിന് സംരക്ഷണം ഉണ്ടാകില്ല എന്ന തരത്തിലേക്ക് സൂചന കോടതിയിൽ നിന്ന് വന്നതിന് തൊട്ട് പിന്നാലെയാണ് ED അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് എത്തി ചോദ്യം ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്.